ഷെമി, എന്താ ഈ 5000 രൂപ ഒന്ന് വെച്ചേരെ. ഇവിടെ തരണ്ട, എന്റെ തരണ്ടതാ. എത്താ കൊണ്ട് വെച്ചേരാ, പൈസ ഒന്നും വേണ്ട, അത് ശരിയാകത്തില്ല. നീ വെച്ചേരെ. എന്റെ കെട്ടിയോന്ന് പറഞ്ഞാൽ അങ്ങേര് കള്ളു കുടിച്ച് മുടിക്കും, പിന്നെ 1 രൂപ എനിക്ക് കിട്ടത്തില്ല. ഗീതയുടെ ബന്ധുക്കളല്ലേ പേര്, എന്നെ ഏൽപ്പിക്കണ്ട. കൊള്ളാം, എന്റെ ഉമ്മായ. അവര് വാങ്ങിച്ചോണ്ട് അവര് ചെലവാക്കി തീർക്കും, അവരൊന്നും തരത്തില്ല. പിന്നെ ഒരു ചേട്ടത്തി, അവക്ക് പിന്നെ ദാരിദ്ര്യ, അവള് വാങ്ങിച്ചോണ്ടേ പിന്നെ ഒന്നും തരത്തില്ല. നീ ഇത് അതുവഴി അങ്ങ് പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റൂ? ഇതിവിടെ നീ വെച്ചേരെ. അങ്ങനെ പൈസ ഒന്നും വാങ്ങി വെക്കുന്നത് ശരിയാകത്തില്ല. ഇല്ല, ഞാൻ ആവശ്യം കണക്ക് ചോദിക്കാം. അക്കൗണ്ടിലൊക്കെ ഇട്ടാ പിന്നെ ആളുകളൊക്കെ അറിയും എന്റെ പൈസ ഉണ്ടെന്ന്. നീ ഇവിടെ വെച്ചേരെ, ഞാൻ ആവശ്യം പോലെ ഒന്ന് നോക്കി. നീ വെച്ചേരെ വേണേ, എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസം. അത് പിന്നെ അല്ല, എനിക്ക് അറിഞ്ഞാൽ വഴക്ക് പറയും. അങ്ങനെ ആരെയൊന്നും പൈസയൊന്നും വാങ്ങുന്നത് ഇഷ്ടമല്ല. പൈസയൊന്നും അങ്ങനെ ഇടപാടൊന്നും നമുക്കില്ല. നമുക്ക് ആരുമായിട്ട് അങ്ങനെ ബാധ്യതകളോ കടങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അത് ഇക്കറിയാതെ ഇവിടെ ഒന്നും ഞാൻ വെക്കത്തുമില്ല. ഒന്നും നമ്മൾ തമ്മിൽ രഹസ്യങ്ങളോ ഒന്നുമില്ല. രൂപ ഉണ്ട്. അത് നീ എണ്ണയൊക്കെ വെച്ച് കൊണ്ട് വെച്ചേ. ഉടനെ തന്നെ ഒന്ന് വാങ്ങിക്കണേ. ഇവിടെ അങ്ങനെ നിന്റെ കയ്യിലാകുമ്പോൾ പൈസ ഉണ്ടല്ലേ, എപ്പോൾ വന്ന് വെച്ചാൽ തരികയും ചെയ്യും. പിന്നെ നീ കാശുള്ള പെണ്ണല്ലേ, അതുകൊണ്ട് നിന്റെ വെച്ചേക്കാൻ എനിക്ക് ഉറപ്പാ. വരുന്ന കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലേ, അവിടെ ഇവിടെയൊക്കെ പോവാൻ എപ്പോഴും വീട്ടിൽ കാണും. അതൊക്കെ കറി എൻ്റെ പാത്രമെല്ലാം അരിച്ച എവിടെ വെച്ചിരുന്നാലും കണ്ടുപിടിക്കും. എൻ്റെ വീട് പിന്നെ എല്ലാം തുറന്നിട്ടാണല്ലേ, അവിടെ എല്ലാം കയറി അങ്ങ് ഇറങ്ങും. അങ്ങേര് എടുത്തോണ്ട് പോയി കുടിക്കും, പിന്നെ ജോലിക്കും പോകത്തില്ല. പിന്നെ അത് തീരുന്നിടം വരെ അത് തന്നെ. അതുകൊണ്ട് നീ ഇവിടെ വെച്ചേരെ, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. പോട്ടെ. പോന്നോ? ശരീരം ഒന്നും അനക്കാൻ വയ്യ വേണേ. ശരീരം അനങ്ങി അപ്പം എനിക്ക് ഉറക്കം വരും. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. 10 മണി ആയുള്ളൂ, ഇത്തിരി ഉറങ്ങട്ടെ. ഉച്ചയ്ക്ക് അങ്ങനെ എഴുന്നേക്കാം. പറഞ്ഞത് വഴക്കുറയല്ലേ, ഇവരെന്തിനാണോ എന്തോ. ടിന്നി ഇട്ടങ്ങ് വെച്ചേക്കാം, വരുമ്പോൾ അങ്ങ് കൊടുക്കാം. വരുമ്പോൾ കൊടുക്കാം, ഇവിടെ ഇരിക്കട്ടെ. ഒരാൾ വന്ന് ഇത്രയും പറയുമ്പോൾ പിന്നെ എങ്ങനെ വാങ്ങിച്ചു വെക്കാതിരിക്കും? കമ്പൊക്കെ കിളിച്ചിരിക്കുന്നു, എന്തൊരു സൈസോ എന്തോ. അണ്ണാ ഷെമി, എന്താ? 1000 രൂപ എടുത്തോണ്ട് വാടി. 1000? അത് മതിയാ? അതില്ല, അവിടെ ഒരു അണ്ണാച്ചി വരും, അപ്പൊ അയാൾക്ക് കൊടുക്കണം. ഇതായിപ്പോ എടുത്തിട്ടുണ്ട്. എന്നാത്താ? പോട്ടെ എണ്ണേ, പോട്ടെ. ഇപ്പൊ ആള് വരുമോടി, കൊണ്ട് കൊടുക്കട്ടെ. വലുതായി. ഇവിടെയൊക്കെ എന്ത് വെച്ചാലും ഒന്ന് പിടിക്കും. അമ്മക്കൊണ്ട് ഒരു കാര്യമില്ല. വിറകൊക്കെ തീർന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി വിറവില്ല. ഷെമി, നീ ഇവിടെ അയക്കുന്നടി. എന്താ? 500 രൂപ എടുത്തോണ്ടോടി. അവിടെ ലിസാബിൻ്റെ അടപ്പുണ്ട്, 500 രൂപയുടെ കുറവുണ്ട്, അതിന് എടുത്തോണ്ടോ. എടുത്തോണ്ട് വരാം, എടുത്തിട്ട് വരാം. നാളെത്താ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാ? ആരാര്യം? ഇല്ല പെണ്ണ്, ഒളിച്ചോടി കാര്യമൊന്നും അറിയില്ലേ? നീ ഒന്നും അറിയുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ അറിയാതെ ഈ നാട്ടിൽ ഇങ്ങനെ താമസിച്ച് എങ്ങനെ ശരിയാവും? ഞാനൊന്നും അറിഞ്ഞില്ലത്താ. ഞാൻ പിന്നെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊന്നും തിരക്കാൻ പോകത്തില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അന്ന് ഇക്കായ്ക്ക് ഇഷ്ടമല്ല. എന്റെ മോളെ കൂട്ടുകാരിയാ.
ഇനി തള്ളമാർക്ക് നോക്കാൻ സമയമില്ല. പെണ്ണങ്ങ് പോയി. എനിക്കാണെങ്കിൽ സന്തോഷം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ കെട്ടിയവനും ആ കെട്ടിയവനും തമ്മിൽ അടിയായിരുന്നു, ഭയങ്കര വഴക്കല്ലായിരുന്നു. എന്റെ കെട്ടിയവന് ഭയങ്കര സന്തോഷമായിരുന്നു. തുള്ളി ചാടാനും ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞ പെണ്ണൊളിച്ചോടിയ. ആ കൊച്ചിന് ഇത്താടെ മോളെ പ്രായമല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? എന്റെ മോളെ അതിനെന്താ, പെൺപിള്ളേരൊക്കെ അടക്കി ഒതുക്കി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും. പോട്ടെ, സവിൽ അടയ്ക്കാൻ സമയമായി, കുറേ സമയമായി. പോട്ടെ, ഞാൻ പിന്നെ വരാം. ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയാം. ഇനി സമയമില്ല, ഇപ്പൊ ഇതും കൊടുത്തിട്ട് വരട്ടെ. എന്ത് കെട്ടിയാണെങ്കിൽ ജോലിയൊന്നും ഇല്ല ഉണ്ണേ? ആ, പണിയൊന്നും ഇല്ലേ? ഒന്നും വാങ്ങിച്ചതും ഇല്ല, മീനൊന്നും വാങ്ങിച്ചില്ല. ആ പിള്ളേരങ്ങ് പോയി. പിന്നെ 2000 രൂപ എടുത്തോണ്ട് പോവാ. ചോദിക്കുമ്പോ എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കുന്നേ? അപ്പൊ ഇക്കായ്ക്ക് അറിയത്തില്ലേ ഈ പൈസയുടെ കാര്യം? പൈസയുടെ കാര്യം അറിഞ്ഞിട്ടില്ല. അതിനിപ്പോ അറിഞ്ഞാൽ അത് തീരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതറിയണ്ട. നീ ആ 2000 രൂപ ഞാൻ വേറെ പോയി കടം വാങ്ങിച്ചെന്ന് പറയാനാ. കടം വാങ്ങിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടേ ഇനി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ഇനി വെച്ചേക്കാൻ തരാം. അയ്യോ, നീ വെച്ചേക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കടം വാങ്ങിക്കുമെന്നല്ല, അവിടുത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിക്കുക. അവരെനിക്ക് തരാന്ന് പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നതാ. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. അതാ, പിന്നെ ഇത്ത എത്ര രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയാല്ലേ? ഇത്ത ഇപ്പം 2-3 പ്രാവശ്യമായിട്ട്. ഓ, അതിനെന്താ കണക്കും കാര്യം ചോദിക്കാൻ? അപ്പൊ നീ ഈ പൈസക്ക് കണക്ക് പറയാനാ? നീ കണക്കൊന്നും എന്നെ കാണിക്കണ്ട. എന്താന്ന് നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ തമ്മിലുള്ള ഇത്രയും വലിയ ബന്ധമുള്ള നമ്മൾ തമ്മിൽ കണക്ക് പറയാനാ? യോ, എന്നോട് പൊറുക്കൂ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചാ? നീ എനിക്കൊരു സഹായങ്ങൾ എന്തുമാത്രം ചെയ്തേക്കുന്നു, അതൊക്കെ ഞാൻ മറക്കൂ? അല്ല, എങ്കിലും എൻ്റെ പൈസ തന്നെയല്ലേ, എൻ്റെ കണക്ക് ഇത്ത അറിയണ്ടേ? അതൊന്നും ഒരു വിഷയമല്ല. നീ അങ്ങനെ പറയല്ലേ പൊന്നു മോളെ, എൻ്റെ പൊന്നു മോളെ. നിന്നെ ഞാൻ അങ്ങനല്ല കണ്ടേക്കുന്ന. നീ എന്നെ ആപത്തുകളിൽ സഹായിച്ചവളാ. എനിക്ക് നിന്നെ മറക്കാൻ പറ്റത്തില്ല. നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ഓരോന്നും, അതൊക്കെ ഞാൻ പിന്നെ പറയാൻ ആരോട് പറയും? ഞങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ കിടന്നപ്പോൾ തിന്നാനും കുടിക്കാനും ഒക്കെ തന്ന് ഞങ്ങളെ ഇത്രയും തന്നത് നിനക്ക് ഈ കണക്ക്, നിന്റെ കണക്കാ പോണേ. കാര്യം ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് അക്ക് പറയുന്നേ. ഞാൻ പോട്ടെ. ആ, കൊണ്ട് കൊടുക്കട്ട്, അപ്പുറത്ത് പോയെന്നാ പറഞ്ഞത്. ഓ പാവം, ഒന്നും വേവിച്ചില്ലായിരിക്കും. എന്തെങ്കിലും ഉണ്ടാകുന്ന അരിയോ ഇതോ കൊണ്ട് കൊടുക്കായിരുന്നു. എന്തോ സാധനം ഇരിപ്പുണ്ട്, പച്ചക്കറിയോ മീനോ ഉണ്ട്, കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്നാ ഇവിടെ ഇരിക്കുന്ന നീ? എന്താ 1000 രൂപ എടുത്തുണ്ടോ? നാളെ ഒരു കല്യാണം ഉണ്ട്, വൈകിട്ട് തന്നെ പോണം. ഓ, 1000? ഓ, ഇപ്പൊ എടുത്തിട്ട് വരാം. എന്നാ പൊട്ടെന്നെ. എന്തെങ്കിലും ധൃതി ഉണ്ടാ? ഇല്ല, സമയമില്ല. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. കല്യാണത്തിനോ സമയമായി. ഓ, പോയിക്കോ. അവിടെ കാത്തിരിക്കുക. ഇപ്പൊ ഞാൻ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി 500 ഉള്ളത്, അത് ഞാൻ പറഞ്ഞില്ല. അവർക്കറിയല്ലേ ഞാൻ 500 രൂപയെന്ന്. 500 രൂപയല്ലേ ഉള്ളു. നാളെ മറ്റന്നാളോ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പൈസക്കായിരിക്കും. ബാക്കി 500 കൂടെ കൊടുത്ത് തീർന്നു. 5000 രൂപ എടുത്തുക. 5000 അല്ലല്ലേ, ഇപ്പൊ പലപ്പോഴായിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോയില്ലേ? ഇനി എന്റെ ബാക്കി 500 ഉള്ളു. 500? നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടി? അല്ലത്താ, ഇത്ത ഒരു പ്രാവശ്യം 500, ഒരു പ്രാവശ്യം 1000, ഒരു പ്രാവശ്യം 2000, പിന്നെ 1000. നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ 5000 രൂപ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത്? 500 രൂപ എനിക്കത് വേണ്ട. എന്റെ 5000 തരണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ 5000.
എന്റെ 5000 പറ്റിച്ചെടി. നീ ഇത് കൊണ്ടുപോയി നീ അങ്ങ് രക്ഷപ്പെട്ടിട്ട് എന്റെ മര്യാദക്ക് എന്റെ പൈസ അടങ്ങി ഞാൻ പറയോടി. നശിച്ച് നാറാണക്കല്ലെടുക്കൂടി. 5000 രൂപ കൊണ്ട് നീ എവിടെ കൊണ്ടുപോയി മുഴിപ്പിക്കോടി, എവിടെ കൊണ്ടുപോയി തിന്നോടി. എന്റെ അയ്യോ എത്താ ഏ അങ്ങനെയൊന്നും പറയല്ലേ, നാണക്കേട്. ഞാൻ കള്ളിയാവത്തില്ലേ? പൈസ എന്റെ പൈസ എന്റെ 5000 രൂപ. എടി പെണ്ണെ, 5000 രൂപ ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തിരുന്നടി. ഇപ്പൊ അവള് പറയണേ 500 രൂപ എന്നടി. ഇങ്ങനെ എന്നെ ചതിച്ചടി ഇവിടെ ചതിച്ചടി. എന്നെ ചതിച്ച് ഈ ചതി വന്ന് ഇവളെ 5000 രൂപ ഞാൻ കൊണ്ട് കൊടുത്തിരുന്നു. ഇവളെ പറഞ്ഞു ഞാൻ ബാങ്കിൽ കൊണ്ടിടാൻ നേരത്തെ ഇവള് പറഞ്ഞു ബാങ്കിൽ ഇടുന്നത് ഞാനോ, പാവം ഞാനോ. ഞാൻ പറഞ്ഞ ബാങ്കിയുടെ ഞാനല്ല, നിങ്ങളല്ലേ പറഞ്ഞ. നിങ്ങള് ബഹളം വെക്കാതെ ഇവിടെ നിന്ന്. എന്റെ വീട്ടിൽ വന്ന് ആരും ഇങ്ങനെ ബഹളം വെച്ചിട്ടില്ല. നിങ്ങൾ ബഹളം വെക്കാതെ എന്താന്ന് വെച്ചപ്പോ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ 5000 തന്ന് വാങ്ങിച്ചോണ്ട് പല പ്രാവശ്യമായിട്ട് പോയല്ലേ. ഇപ്പൊ 500 രൂപ എന്റെ ഉള്ളു. അയ്യോ എന്റെ ഞാൻ ഉണ്ടാക്കിയ പാട് ഞാൻ എന്താ. എന്റെ നാട്ടുകാരെല്ലാരും അറിയണേ എന്റെ 5000 രൂപ ഇവിടെ തിന്നെ ഇവളെ കൊണ്ടുപോയി നാശം പിടിക്കാൻ ഇവള് കൊണ്ടുപോയി. അയ്യോ മര്യാദക്ക് ഞാൻ എന്റെ പൈസ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് കാലേ പിടിച്ചില്ല. എന്റെ കെട്ടിയോൻ പരിപാടി. നിന്റെ കെട്ടിയോനെ എടുത്ത് എന്താന്ന് വെച്ചാൽ ചെയ്യും. അങ്ങേര് എല്ലാം കളഞ്ഞു വെക്കുന്ന മനുഷ്യൻ. അയ്യോ ഞാൻ ചതിച്ചത്. അങ്ങേര് പിന്നെ എന്താ പെരുമാറുന്നതെന്ന് പറയത്തില്ല. കെട്ടിയോനോ വീടോ വണ്ടിയോ ഒക്കെ കയറി നിന്റെ എല്ലാ സാധനവും തല്ലി പൊടിക്കൊടി. നിന്നെ പോലും വെച്ചേക്കത്തില്ല. മര്യാദയ്ക്ക് എന്റെ 5000 രൂപ എന്റെ വീട്ടിൽ കൊണ്ട് നിന്റെ കാൽ കിഴി വെച്ച് തരണം കേട്ടല്ലേ. ഇപ്പൊ ഞാൻ പോന്നു. ചേച്ചി അവിടെ നിന്ന് ചേച്ചി ഇവിടെ ഉണ്ടല്ലേ ചേച്ചി, എന്റെ 5000 രൂപ. എന്ത് ക്ഷമി വിഷമിച്ചിരിക്കുന്നത്? ഇക്ക എനിക്കൊരു അബദ്ധം പറ്റിയേക്ക. എന്ത് എന്നെ വഴക്ക് പറയല്ലേ. അപ്പുറത്തെ ലൈലാസ് ഉണ്ടല്ലേ, ഒരു ദിവസം എന്നെ കൊണ്ടുവന്നൊരു 5000 രൂപ ഏൽപ്പിച്ചായിരുന്നു. നീ എന്തിനാ ഈ പെണ്ണുങ്ങളെന്നാ പൈസ മേടിച്ചു വെക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല മേടിച്ചു വെക്കരുതെന്ന്. അല്ല, അവര് വീട്ടിൽ ഇരുന്നാല് അവര് ഭർത്താവ് എടുത്തോണ്ട് കുടിക്കും. അവരെന്ത് തീർന്നു, അവർക്ക് എന്തോ ആവശ്യമുള്ളതാ, നീ വെച്ചേരെന്ന് അവരെ പൈസ എല്ലാം കൊടുത്താ? അതല്ല പറഞ്ഞത്. ആ 5000 രൂപ അവര് പലപ്പോഴായിട്ട് വന്ന് എന്റെ 500, 1000, 2000 രൂപ വെച്ച് വാങ്ങിച്ച്. ഇനി ബാക്കി 500 ഉള്ളായിരുന്നു. 500 പോട്ട്. അല്ല, അവര് പറയണ അവർക്ക് 5000 വേണോന്ന്. അവരെന്റെ 5000 ഏൽപ്പിച്ചു തന്നു. ഞാൻ എവിടുന്ന് കൊടുക്കും 5000 രൂപ? അപ്പൊ 500 എന്റെ ഉള്ളു. അപ്പൊ അത് അവര് പറയണ 5000 രൂപ ആണ് കൊണ്ട് തന്നേന്നു. നീ 500 കൊടുക്കണം. അല്ല, അവരിവിടെ കിടന്നെ പ്രാവിയും വഴക്കൊക്കെ കൂടി അപ്പുറത്തെ പെണ്ണിന്റെ അടുത്ത് അപ്പുറം ഇതിലേ പോയവരടുത്തെല്ലാം വിളിച്ചു പറഞ്ഞ് 5000 രൂപ വാങ്ങിച്ച് പറ്റിച്ചെന്നു. എനിക്ക് ഇവിടെ നാണക്കേട്. ഞാനാണെങ്കിൽ അങ്ങനെ ആരെയും കയ്യിൽ നിന്ന് പൈസ ഇടപാടോ ഞാൻ ആരോടോ അങ്ങനെ ഒന്നും പോവത്തില്ലല്ലേ. ഇവിടെ എന്നിട്ട് എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? അവര് നിന്റെ തന്നതിന് തെളിവുണ്ടാ? തെളിവൊന്നുമില്ല, പക്ഷെ അവരിന്റെ കൊണ്ട് തന്നല്ലേ. നീ കൊടുത്തതിന് തെളിവുണ്ടാ? അതേ കണക്ക് തന്നെ അവരെന്റെ വാങ്ങിച്ചോണ്ട് പോയി കുറേശ്ശെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ 5000 രൂപ തരാം, നീ അങ്ങോട്ട് കൊടു. നമ്മളോട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ, നമ്മൾ ആരെയും പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവരാ, നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. നമുക്ക് നാണക്കേടൊന്നും വേണ്ട, നീ അങ്ങോട്ട് കൊടുക്കും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ നമുക്ക് നാണക്കേടാ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇത് മേടിച്ച് വെച്ചത് തന്നെ, നമ്മൾ മേടിച്ച് വെച്ചത് തന്നെ തെറ്റാണ്. ഞാൻ അങ്ങനെ അവര് ഒരു സഹായം എന്നുള്ള രീതി ഒരു ഭർത്താവ് തീർത്ത് കളയെന്ന് പറഞ്ഞ് എന്റെ വെച്ചേക്കെന്ന് പറഞ്ഞത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം വാങ്ങിച്ചു വെച്ചല്ല. ഇപ്പൊ അവരെല്ലാം എല്ലാം പറഞ്ഞെന്നറിയാമോ? ഞാൻ കള്ളിയാണെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ശപിച്ചുകൊണ്ട് പോയി. പക്ഷെ അങ്ങനെ കൊടുത്താൽ ഞാൻ 5000 കൊടുത്താലും അവര് പറയും കൊടുത്തില്ലെന്ന്. അപ്പൊ എല്ലാരും അറിഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിനൊരു തെളിവ് വേണം. നമുക്ക് അതിന്റെ മേളിൽ നാണക്കേടൊന്നും ഉണ്ടാവണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മെമ്പറെ ആരെങ്കിലും കണ്ടിട്ട് 5000 രൂപയുടെ ചെക്ക് എഴുതി ഞാൻ കൊടുക്കാം. അങ്ങനെ ഞാൻ കൊടുത്ത് അതങ്ങ് ഒഴിവാക്കി വിട്. നമുക്ക് വേണ്ട, നമ്മൾ ആരുടെയും പൈസ എടുക്കുന്നവരല്ലല്ലോ, അതറിയുന്നവർക്കറിയാം. നാളെ തന്നെ നമുക്ക് പോവാം. നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. എങ്കിലും എല്ലാവരെയും മുമ്പിൽ ഞാൻ കള്ളിയായില്ലേ. എന്റെ സ്വഭാവം ഞാൻ ഇത്രയും നാള് ഈ അന്തസ്സായിട്ട് ഈ നാട്ടിൽ അത് പറയുന്നവര് പറയൂടെ. ഞാൻ ആരുടെ ഒന്നിനും അവരുടെ വായ നമുക്ക് മൂടി കെട്ടാൻ പറ്റത്തില്ല.
നീ ഇരുന്ന് കരയാതെ, നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാർക്ക് എല്ലാം അറിയാം അവരാ. ബാ, ഞാനിങ്ങനെ ഒരു പറ്റിപ്പിടത്തിലേക്കോ. ഇതിപ്പോ ഞാൻ ഒരു പരിഹാരം കണ്ടില്ലേ, നീ ബാ.